പാരൻറ്റിംഗ് ആണ് ഇന്നത്തെ വിഷയം. അപ്പം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ടീച്ചിങ് അല്ല, അത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് വന്ന കുറേ കൺസൾട്ടേഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പല കുട്ടികളുടെയും മേജർ പ്രോബ്ലം സ്കൂളുകളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കെയോസ് എന്ന് വരുന്ന കുട്ടികളും നമ്മളുടെ സ്കൂളുകളിൽ ഉണ്ടാവും. എല്ലാ കുട്ടികളും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രൂംഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് തന്നെ വരണം എന്നില്ല. പ്രശ്നങ്ങളുള്ള ഫാമിലി ആയിരിക്കാം. അച്ഛനും അമ്മയും സെപ്പറേഷൻ ഒരുപാട് കൂടെ പോകുന്ന കുറേ ഫാമിലീസ് ഇപ്പോൾ ഉണ്ട്. അതിൽ നിന്നും വരാം. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് എവിടെയോ എംപതി എന്ന് പറഞ്ഞൊരു ഫാക്ടർ നഷ്ടമായിട്ടുണ്ട്. അവർ കൂടുതൽ ബുള്ളിങ് എന്നുള്ളൊരു പ്രവണതയിലേക്ക് മാറുന്നതായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എൻ്റെ കൺസൾട്ടേഷൻസ് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ. എനിക്ക് പറയാനുള്ളത് ഇതാണ്: എല്ലാവരും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നില്ല. വെൽ ഗ്രൂംഡ് പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കില്ല വരുന്നുണ്ടാവുക. ചിലർക്ക് ഒരു കൈ സഹായം പോലെ നമ്മളുടെ കുട്ടികൾ അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടിയും നമ്മളുടെ അതേ ലെവലിലേക്ക്, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ അതേ ലെവലിലേക്ക്, ഒന്നുമില്ലെങ്കിലും നല്ല അക്കാഡമിക്കലി പെർഫോമൻസ് ഉള്ള കുട്ടികൾ താഴേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് പൊന്തി വരാൻ വരെ നമ്മളുടെ മക്കൾ കാരണമാകും. നമ്മളെ മക്കൾ മാത്രം പെർഫോം ചെയ്യുക, നമ്മളെ മക്കൾ മാത്രം ഗുഡ് മാർക്സ് എടുക്കുക എന്നുള്ളതല്ല. കൂടെ ഉള്ളവരെ കൈ പിടിച്ച് ഉയർത്താനും കൂടെ നമ്മുടെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്കൂളിലേക്ക് വിടണം. ശരിയാണ്, കൂട്ടുകെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികൾ നല്ല കൂട്ടുകാരികളെ അല്ലെങ്കിൽ നല്ല കൂട്ടുകാരന്മാരെ മാത്രം എടുക്കണം എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാവും. അതിന് പകരം നിങ്ങൾക്കൊരാളെ ഈ ഒരു സമയത്ത് ഇപ്പോഴല്ല കേട്ടോ, ഈ ഒരു പ്രായത്തിൽ ഒരാളെ മാറ്റാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ പിയറിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാടുള്ള സമയമാണ് ഈ അഡോളസെൻസ് ഒക്കെയുള്ള കാലഘട്ടം, അതായത് 10ാം ക്ലാസ് വരെയൊക്കെയുള്ള കാലഘട്ടം. അപ്പം അവരെ നമ്മൾ സ്പോയിലാവാതെ അവരെ ഒന്ന് പൊന്തിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നീ പ്രാപ്തമാണ് എന്ന് നമ്മളെ കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് അവർക്കും നല്ലതായിരിക്കും. അവർക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും. നമ്മൾ കാരണം മറ്റൊരാൾ എസ്കേപ്പ് ആവുന്നു, എനിക്ക് എംപതിയുണ്ട്, ഞാൻ നാളെ നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നതോടൊപ്പം മറ്റുള്ള കുട്ടികൾക്കും ഒന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരം കിട്ടും. അറ്റ്ലീസ്റ്റ് അവരെ ബുള്ളി ചെയ്യുന്നെങ്കിലും മാറ്റി നിർത്താൻ വേണ്ടി, അവരെ അവഗണനയോടെ നോക്കാതെ പുച്ഛത്തോടെ അവരുടെ ബിഹൈൻഡിൽ നിന്ന് സംസാരിക്കാതെ വളരാനെങ്കിലും, മറ്റുള്ളവരുടെ കാര്യം നോക്കി ഓവറായിട്ട് അവരെ കുറ്റപ്പെടുത്തി ജീവിക്കുന്നതിൽ നിന്നെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾ പാരൻറ്റിങ് ഹുഡിങ്ങിൽ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അവരുടെ ജോലി മാത്രമാണ് ടീച്ചിങ്. അതല്ലാതെ തന്നെ മറ്റുള്ള കുട്ടികളോടുള്ള ഇടപെടലിനെ കുറിച്ചും, എങ്ങനെയാണ് ക്ലാസ്സിലെന്നും അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നും, അവർ വീക്കാവുന്നോ അപ്പാവുന്നോ എന്നൊക്കെയുള്ള ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടോക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ടീച്ചിങ് കുറച്ചുകൂടി അവരും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരിലേക്കും എത്തിക്കണം. ഒരു കുട്ടിയെങ്കിലും നിങ്ങൾ കാരണം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. താങ്ക് യു.